നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സാർ, വന്ദേ മാതരം. വന്ദേ മാതരം. പ്രശാന്ത് സാർ, നമ്മുടെ ഒന്നും ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ ഒന്നും വാർത്തകളിൽ ഇടം പിടിക്കാത്ത, ഇതുവരെ ഉണ്ടാകാത്ത ഒരു കാര്യം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ഒരു കേരള പോലീസിലെ ഒരു DYSP കൈക്കൂലിപ്പണം വാങ്ങുന്നതിനിടെ ചേർത്തല DYSP അറസ്റ്റിലായിരിക്കുന്നു. അതും ചെറിയ തുകയൊന്നുമല്ല, വലിയ തുകയാണ് ഈ DYSP വാങ്ങാൻ കൈക്കൂലിയായിട്ട് ചോദിച്ചത്. അതിൻ്റെ അഡ്വാൻസ് വാങ്ങുമ്പോഴാണ് വിജിലൻസ് അദ്ദേഹത്തെ പിടികൂടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിജിലൻസിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം ശ്രമമൊക്കെ നടത്തി, പക്ഷേ അത് സാധിച്ചില്ല, പരാജയപ്പെട്ടു പോയി. എന്താണ് സാർ, ഈ പോലീസിൽ സാധാരണ താഴെത്തട്ടിലൊക്കെ ഉദ്യോഗസ്ഥർ ചെറിയ തോതിൽ കൈക്കൂലി വാങ്ങുന്നതും അത് പിടിക്കപ്പെടുന്നതും ശിക്ഷിക്കപ്പെടുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ DYSP പോലൊരു ഉന്നത പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനൊരു കൈക്കൂലി കേസിൽ പെടുന്നത്, എനിക്ക് തോന്നുന്നു, ഞാൻ 10-20 വർഷമായിട്ട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്, പക്ഷേ എനിക്കിങ്ങനൊരു സംഭവം എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ചില ആൾക്കാരൊക്കെ കൊലപാതക കേസിലൊക്കെ പെട്ട സംഭവങ്ങളുണ്ട്, പക്ഷേ ഇങ്ങനെ പച്ചയ്ക്ക് കൈക്കൂലി വാങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് അത് പോവുകയും പിടിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്താണ് സാർ ഇതിൻ്റെ അർത്ഥം? പ്രശാന്ത് ിനേക്കാളും വയസ്സിന് ഞാൻ കൂടുതൽ വർഷം ജീവിച്ച ആളാണ്. അപ്പം എൻ്റെ 37 വർഷത്തെ പോലീസ് ലൈഫിൽ ഒരു 10 വർഷം, അതിന് മുമ്പ് 10 വർഷം ഞാൻ റിട്ടയർ ചെയ്ത ശേഷവും എടുത്താലും DYSP എൻ്റെ അബവ് ആരെയും പിടിച്ചിട്ടില്ല നമ്മുടെ പോലീസ്. ഇയാളെ പിടിച്ചു. പിന്നെ 2 ലക്ഷം ഒരു ചെറിയ എമൗണ്ട് ആണ്, അല്ല വലിയ എമൗണ്ടാണ് പ്രശാന്തിനും എനിക്കും. അതെ, എനിക്ക് കേട്ടിട്ട് വലിയ എമൗണ്ട്, 2 ലക്ഷം വലിയ എമൗണ്ട് അനുഭവപ്പെടുന്നത്. അതെ, പക്ഷേ അവർക്കൊന്നും ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാര്യം എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപയോ കൈക്കൂലി DYSPക്ക്, അതും ഒരു വണ്ടി റിലീസ് ചെയ്യാൻ എന്ന് ഞാൻ ആലോചിച്ച് പോയി. നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള, പിടിച്ചിട്ടില്ല വിജിലൻസ്, 10,000 രൂപ കൈക്കൂലി വെച്ച് 25,000 രൂപ കൈക്കൂലി വെച്ച്, അതൊക്കെ കേട്ടിട്ടുണ്ട്. 2 ലക്ഷം ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഇത്. അത് ഞാൻ CBI ഇരിക്കുമ്പം CBIയിലെ DIG 5 ലക്ഷം വാങ്ങിച്ചത് സംഭവം അറിയാം. അയാളെ പിടിച്ചു CBI തന്നെ. പക്ഷേ കേരള പോലീസിൽ ഞാൻ ആദ്യം ഇട്ടേക്കാണ്. പക്ഷേ അപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡ് റേറ്റ് ഇപ്പോഴത്തെ. അതൊരു സത്യമായ കാര്യമാണ്. ഞാൻ പിന്നെ ഈ സംഭവം സാർ, ആയിരങ്ങളിൽ നിന്ന് ലക്ഷങ്ങളിലേക്ക് പോയി. ഞാനത് ഇവിടെ തിരുവനന്തപുരം സിറ്റിയിൽ പിന്നെ എമൗണ്ട് ഞാൻ മറന്നുപോയി. ഇപ്പോൾ ഒരു 10 മാസത്തിന് മുമ്പ് തിരുവനന്തപുരം സിറ്റിയിൽ ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണർ 15 ലക്ഷം രൂപ, ഇവിടെ കമ്മീഷണറും ഇവരും ഒക്കെ വലിയ വ്യാഘ്രങ്ങൾ, IPS വ്യാഘ്രങ്ങളൊക്കെ ഉണ്ടായിട്ട് കീഴ് അയാൾ പൈസ വാങ്ങിച്ചു. 15 ലക്ഷം, 15ആണോ 25 എന്നുള്ള ഞാൻ മറന്നുപോയി. അത് ഗുരുതരമായ കേസാണ്. അത് ഇതൊക്കെ ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പം എനിക്ക് കിട്ടിയ വിവരങ്ങളാണ്. നമ്മുടെ ഇതാരായി അനിൽ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോഴേ, ഈ DYSP ഇയാളെ എനിക്ക് പരിചയമില്ല, ഇത് ആരാന്നൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അർഹതയുള്ള ആളാണ് പിടിക്കപ്പെടാൻ എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം ഞാൻ പറയുകയാണ്, ഇപ്പം ഇവിടുത്തെ ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണർ, ഒരു പ്രമുഖ സ്ഥലത്തെ അസിസ്റ്റൻറ്റ് കമ്മീഷണർ, DYSP റാങ്കിലുള്ള ആൾ 15 to 25 lakhs, ഇവിടുത്തെ കമ്മീഷണറും ഇവിടുത്തെ IG, പിന്നെ IPS വ്യാഘ്രങ്ങളും സിംഹങ്ങളും നോക്കി ഇനി ഇതിൻ്റെ ഇത് എന്തൊർക്കും കൂടെ വാങ്ങിച്ചതാണോന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അതിനെപ്പറ്റിയൊന്നും ഒരു അന്വേഷണം നടന്നിട്ടില്ല. അയാളിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു കണ്ടിന്യൂ ചെയ്യുന്നെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ റേറ്റ്. ഞാൻ പോലീസിൽ കയറുമ്പോൾ പോലീസുകാരായിരുന്നു 1981 പോലീസുകാരായിരുന്നു വളരെ കറപ്റ്റായിട്ടുള്ളവർ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ റിട്ടയർ ചെയ്യുന്ന 2018 വന്നപ്പോഴേക്കും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം ഏറ്റവും സത്യസന്ധർ ഇവിടുത്തെ പോലീസുകാരാണ്. പോലീസുകാരുടെ ഇടയിലുണ്ട് ഹൈലി കറപ്റ്റായിട്ടുള്ള ഇതെല്ലാം ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ഈ സീനിയർ ഓഫീസേഴ്സിന് ഈ പോലീസുകാർ ഒത്താശ ചെയ്ത് കൊടുത്താലേ പറ്റുള്ളൂ. ഡയറക്റ്റ് വാങ്ങിക്കണമൊക്കെ വളരെ ചുരുക്കമാണ്. അപ്പം അതിനൊക്കെ ഇവർ ഉണ്ട്. പക്ഷേ എന്നാലും റിലേറ്റീവ്ലി നമ്മുടെ കോൺസ്റ്റാബുലറി ബെറ്ററാണ്. 11 മണിക്ക് അവർ ഡ്യൂട്ടിക്ക് വരുള്ളൂ, 3:30 മണിക്ക് കൊച്ചിനെ വിളിക്കാനായിട്ട് നേരത്തെ പോവും. ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ പിള്ളേരെയും വളർത്തണം, ഭാര്യയെ നോക്കണം, നമ്മൾ ആവശ്യമില്ലാതെ ചെന്ന് ഓരോ തലയിടണ്ട എന്നുള്ള ഇതിൽ അവർ മാറിപ്പോകുന്നു. അപ്പോൾ ദാറ്റ് ഈസ് ബെറ്റർ. അവർ കൊട്ടേഷൻ പോയില്ലല്ലോ. അപ്പോൾ
ഞാൻ പിന്നെ ഒരു ഇപ്പം ഈ നമ്മുടെ ഇത് വന്നപ്പോൾ ഒരു കൊട്ടേഷൻ, യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി പ്രസിഡൻറ്റ്, വലിയ പോസ്റ്റാണ്, വോൾക്കൻ ബോസ്കിർ, അദ്ദേഹം ടർക്കിഷാണ്. അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഇല്ലേ, അതുപോലെ ടർക്കിഷ് ഫോറിൻ സർവീസിലുള്ളതാണ്. വളരെ ഉന്നതനായ, വളരെ മിടുക്കനായ, അപ്രൈറ്റ്നെസ് ഉള്ള ഒരാളാണ്. അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിലൊരു ഇത് പറഞ്ഞിട്ടുണ്ട്, ഫേമസ് ആണ്, ഞാനത് ഇംഗ്ലീഷിലാണ്. കറപ്ഷൻ corrodes public trust, weakens the rule of law, corruption seeds conflict, destabilizes peace building efforts. ഇനിയുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. It also hits the poor, the marginalized and the most vulnerable, the hardest. വൾണറബിളും പൂറായിട്ടുള്ളവരെ ഭയങ്കരമായിട്ട് അത് ഹിറ്റ് ചെയ്യും. അല്ലാതെ DYSP 2 ലക്ഷം രൂപ 50,000 രൂപ എക്വലി വാങ്ങിച്ചാൽ അവിടെ തീരില്ല. പ്രത്യേകിച്ച് പോലീസ്, സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങളുണ്ട്. പ്രത്യേകിച്ച് പോലീസിൽ ഇങ്ങനെ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ, ബാങ്ക് ഓഫീസർ കാശ് വാങ്ങിക്കുന്നത് ഫ്ലൗട്ടിങ് ദ റൂൾസ് ആണ്. ബാങ്ക് ഓഫീസർ കാശ് വാങ്ങിക്കുന്നത് കറപ്ഷനാണ്. പക്ഷെ അയാൾക്ക് ശിക്ഷ കൊടുക്കണത് ചെറിയ ശിക്ഷ കൊടുക്കുള്ളായിരിക്കും. പക്ഷെ ഒരു പോലീസുകാരൻ വാങ്ങുന്നത് അതിഭയങ്കരമായ സംഗതികൾക്കാണ്. സൂയിസൈഡ്, മർഡറിനെ സൂയിസൈഡാക്കുക, സൂയിസൈഡിനെ മർഡറാക്കുക, ആ ഏരിയയിലില്ലാത്ത ഒരാളെ റേപ്പ് കേസിൽ കുരുക്കുക, മർഡർ കേസിൽ ഈ എവിഡൻസ് മറ്റേ ഇതുണ്ടല്ലോ നമ്മുടെ വാട്ട് ഈസ് ദാറ്റ് DNA സാമ്പിൾസ് കളക്ട് ചെയ്യാൻ ബ്ലഡ് തേച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവൻ ഇത് അറിഞ്ഞിട്ട് പോലും ഇല്ല. ഒരു തന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട്. അവൻ ഇപ്പോഴും അറിഞ്ഞൂടാ എന്തൊന്നാണ് സംഭവമെന്ന്. അവൻ്റെ 10 ദിവസത്തിന് ശേഷം അവൻ്റെ ക്ലോത്തിൽ അവിടെ ചെരുപ്പ് കൊണ്ട് തൂക്കി. ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് പോലീസ് ഓഫീസർ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. അപ്പം ഇത് ഭയങ്കര കൊടും പാവങ്ങളിൽപ്പെട്ടാണ് ഈ പോലീസ് ഓഫീസർമാർ കറപ്റ്റായി കഴിഞ്ഞാൽ. പിന്നെ ഇത് DYSP സാർ, നിരപരാധികളായ മനുഷ്യർ കുരുതി കൊടുക്കപ്പെടും. അതാണ് സത്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ കറപ്റ്റഡ് ആകുമ്പോൾ സംഭവിക്കുന്നത്. സമൂഹത്തിൽ നീതി അർഹിക്കുന്ന ഏറ്റവും പാവപ്പെട്ട മനുഷ്യർ, ഈ പറഞ്ഞതുപോലെ നിരപരാധികളായ മനുഷ്യർ, അവർ കുരുതി കൊടുക്കപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ ഇംഗ്ലീഷിൽ വായിച്ചതിൻ്റെ ഒരു ആകെ സാരാംശം എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയുന്നത് ഒരു വാക്യം അതാണ്. അതെ, അത് കറക്റ്റാണ്. അതായത് നമ്മുടെ നിയമവും നമ്മുടെ ഭരണഘടനയും നമ്മുടെ നീതിന്യായ കോടതികളും ഒക്കെ പറയുന്നത് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ പോലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഈ അല്ല, നമ്മൾ മറ്റുള്ള സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യണ്ട. നമ്മുടെ സ്റ്റേറ്റ് ഭയങ്കര ലിറ്ററസിയും അതും ഇതൊക്കെ ഉള്ളതാണ്. നമ്മൾ പല കാര്യങ്ങളിലും ഫ്രണ്ടിലാണെന്ന് ഊറ്റം കൊള്ളുന്നവരാണ്. നമ്മളിത് ചെയ്യാൻ പാടില്ല. അതും ഇതുപോലുള്ളൊരു ഒരു ഭയങ്കര ഹൈലി ആക്റ്റീവായിട്ടുള്ള മീഡിയയും മറ്റതും മറിച്ചതും ഒക്കെ ഇവിടെ ഉള്ളപ്പം എന്തോ ഒരു ധൈര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, ആ 15 ലക്ഷം രൂപ വാങ്ങിച്ചെന്ന് പറഞ്ഞ അസിസ്റ്റൻറ്റ് കമ്മീഷണർ. അപ്പം ഞാൻ ഉടനെ ചോദിച്ചു ഈ കമ്മീഷണറല്ല കേട്ടോ, ഈ കമ്മീഷണറല്ല. ആ സമയത്ത് ഇതിന് തൊട്ട് മുമ്പിരുന്ന കമ്മീഷണറാണ്. അയാൾ ഓണസ്റ്റാണ്, അയാൾ കാശൊന്നും വാങ്ങിക്കില്ല. പക്ഷേ എൻ്റെ സബോർഡിനേറ്റ് ഇതേപോലെ കാശ് വാങ്ങിച്ചെങ്കിൽ അത് അവൻ്റെ പുറത്ത് ഞാൻ നടപടി എടുത്തില്ലെങ്കിൽ അത് എൻ്റെയും കൂടെ കുഴപ്പമാണ്. സൂപ്പർവൈസറി ലാപ്സാണ്. അവന് എൻ്റെ കീഴിൽ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ അവനവിടെ ജോലി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണ് ഞാൻ ജോലി ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുമില്ല. ഞാൻ ഈ ആർക്കും വേണ്ടാത്ത സ്ഥലങ്ങളിലെ പോയി ജോലി, കാരണം ഇത് വലിയ ക്ലാഷാവും. അപ്പം നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ് സീനിയർ ഓഫീസേഴ്സിൻ്റെ ഈ കറപ്ഷൻ താഴോട്ടുള്ളത്. അത് നമ്മുടെ കേസല്ല, ഇങ്ങനെ വിജിലൻസ് പിടിച്ചിട്ട് അങ്ങനെ പാടില്ല, ഇടപെടണം അതിനകത്ത്. പക്ഷെ ആരും ഇടപെടുന്നില്ല. പിന്നെ അവർക്ക് ഭയങ്കര പ്രൊട്ടക്ഷനുണ്ട് മറ്റവർക്ക്, ഈ വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർക്ക്. ഞാൻ ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർക്കുന്നത് ഈ നമുക്ക് 3 റാങ്കിലെയും പറയാം, പോലീസുകാരുടെയും പറയാം, മറ്റേ ഇതും DYSP മിഡിൽ ലെവലിൽ പറയാം, നമുക്ക് IPS-ൻ്റെ ഇതും പറയാം. അപ്പോൾ പിന്നെ ഞാൻ ഈ പോലീസുകാരാണ് ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ്. പക്ഷേ ഇപ്പോൾ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ കേരള പോലീസിലെ IG തൊട്ട്
മുകളിലോട്ട്. DIGമാരെ നമുക്കിപ്പോൾ തൽക്കാലം ഒഴിവാക്കാം. IG തൊട്ട് മുകളിലോട്ട് സീനിയർ ഓഫീസേഴ്സിൽ 60% വരെ കറപ്റ്റാണ്. സിവിൽ ലിസ്റ്റ് എടുത്തു വെച്ച് നോക്കിയ ഗോപാൽ കൃഷ്ണൻ, പ്രശാന്ത് ആര്യ, നമുക്കറിയാം ആരൊക്കെ എങ്ങനെയൊക്കെയെന്ന്. തന്നാൽ സന്തോഷം, ചിലരെ ഒന്നും തന്നില്ലെങ്കിലും സന്തോഷം, കൊടുത്താൽ സന്തോഷം. ആ ഒരു ഗ്രൂപ്പ്. സിമ്പിൾ തിഫ്, പിക്ക് പോക്കറ്റ്, പിന്നെ പിടിച്ചുപറി, പിന്നെ ഡക്കോയിറ്റി. ഇതെല്ലാം കാറ്റഗറൈസ് ചെയ്യാം ഇങ്ങനെ. ഇതിനെല്ലാം ഞങ്ങൾ തമാശയായിട്ട് പറയും. ഇങ്ങനെ പോലീസ് ഓഫീസേഴ്സൊക്കെ നിൽക്കുമ്പോൾ ഡ്യൂട്ടിയൊക്കെ ചെയ്യാൻ പോകുമ്പോഴേ പ്രശാന്ത് ഭയങ്കര പിടിച്ചുപറിക്കാരൻ ഒരു IG ആണ് എന്ന് വെച്ചോ. അപ്പോൾ ഇങ്ങനെ വരുമ്പം ഞങ്ങൾ ആദ്യം ഗുഡ് ഈവനിങ് സാർ, ഗുഡ് മോർണിംഗ് സാർ, എന്നിട്ട് നീങ്ങുമ്പം പറയും 395 സെക്ഷൻ 395 എന്ന് എൻ്റെ കൂടെ ഉള്ളവർക്ക് പറയും. ഞങ്ങൾ സെക്ഷൻ ഇട്ടാണ് വിളിക്കണം എന്ന് പറഞ്ഞാൽ പിടിച്ചുപറിയാണെന്ന്. 395 അത്ര കൈക്കൂലി കണക്ക് പറഞ്ഞു. ഒരു SP 25-27 വയസ്സ് വരും മാക്സിമം. ഇവിടെ ട്രിവാൻഡ്രത്ത് റൂറൽ SP ആയിരുന്നു. ഞാനെന്ത് DYSP ആണ്. ഇവിടെ ഉണ്ട്, തിരുവനന്തപുരത്തുണ്ട്. എൻ്റെ ബാച്ച്മേറ്റ് ഗിരീഷ് ഭയങ്കര അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറായിരുന്നു. മ്യൂസിയത്ത് CA ഒക്കെ ആയിരുന്നു. ഒരു പ്രധാനപ്പെട്ട ജ്വല്ലറിന്ന് 15 കിലോ സ്വർണം റിക്കവർ ചെയ്ത കളവ് പോയതല്ല, കള്ളന്മാരുടെ നിന്ന് വാങ്ങിയത്. കള്ളന്മാരെ വേണ്ട സ്വർണം ഒരു പ്രമുഖ ജ്വല്ലറി വാങ്ങിച്ചതിന് ആ മാനേജറെ അറസ്റ്റ് ചെയ്ത ഗിരീശൻ. അവസാനം ഗിരീശന് കിട്ടേണ്ട പ്രൊമോഷനെല്ലാം പോയി. ഗിരീശൻ മരണപ്പെട്ടു പോയി. എനിവേ, അപ്പോൾ ആ സമയത്ത് അയാളുടെ മുകളിലിരുന്ന ഒരു SP പാസ്പോർട്ട് വെരിഫിക്കേഷൻ, പ്രശാന്തിന് അറിയാമല്ലോ, 100 രൂപ 150 രൂപ അല്ലെങ്കിൽ 50 രൂപയൊക്കെ കിട്ടുന്നതാണ്. ഇയാൾക്ക് ആരോ പറഞ്ഞു കൊടുത്ത്, ഇയാൾ മലയാളിയല്ല, ആരോ പറഞ്ഞു കൊടുത്ത് ഈ പാസ്പോർട്ട് വെരിഫിക്കേഷന് ഇടമാർക്ക് പൈസ കിട്ടുന്നുണ്ട്. അയാൾ വിളിച്ചു പറഞ്ഞ് എത്ര രൂപ ആയിട്ട്, എനിക്ക് 50 റുപ്പീസ് വേണം, ഒരു പാസ്പോർട്ടിന് 50 റുപ്പീസ് എനിക്ക് തന്നേ പറ്റും. അവസാനം AK ആൻ്റണി സാറ് എന്ന് പറഞ്ഞാൽ അതുപോലുള്ള ഒരു CM ആണ് നമുക്കന്നുണ്ടായിരുന്നത്. AK ആൻ്റണി സാറും അന്ന് ഇരുമ്പൻ ജോസഫ് സാറ് DGP, പിന്നെ VKN പണിക്കർ, ഇവരൊക്കെ ആയിരുന്നു ഇവിടെ സാരഥി. ഇയാളുടെ ഓഫീസ് റെയ്ഡ് ചെയ്തു. അങ്ങനെ ഒരു സംഭവം കേരള പോലീസ് ഉണ്ട്. ട്രിവാൻഡ്രം റൂറൽ SPയുടെ ഓഫീസ് റെയ്ഡ് ചെയ്തു. അദ്ദേഹത്തിന് പിന്നെ ഒരുപാട് അലിഗേഷൻ വന്ന് ഭയങ്കര കറപ്റ്റാണ് അങ്ങനെ. അത് കഴിഞ്ഞ് വളരെ സുന്ദരനാണ്, ഹാൻസമാണ്, പക്ഷേ കയ്യിരിപ്പ് വളരെ മോശമാണ്. എന്നിട്ട് അയാളെ ഈ അടുത്ത കാലത്ത് എല്ലാം കളഞ്ഞ് അങ്ങേരെ പ്രൊമോട്ട് ചെയ്ത് ഇനിയിപ്പോൾ ഉടനെ തന്നെ ലാൻഡ് ഓർഡറിലോ വിജിലൻസിലോ പോസ്റ്റ് ചെയ്യും, താമസിയാതെ. അത് നമുക്ക് കാണാം, വെയിറ്റ് ചെയ്യാം. ഇപ്പം പുള്ളി ഇങ്ങനെ നിൽക്കുകയാണ്, പ്രൊമോഷൻ ഓർഡർ കിട്ടില്ല, 2-3 പറഞ്ഞാൽ ടക്കനെ ചാടി അങ്ങ് കയറി. അയാളെ സത്യം പറഞ്ഞ് പ്രൊമോട്ട് ചെയ്ത് അയാൾക്ക് നല്ല പോസ്റ്റ് കൊടുക്കണം. കഷ്ടമാണ് നമ്മുടെ ചുമ്മാ ഈ പോലീസുകാരെ ഒന്നും ഓടിച്ചിട്ട് പിടിച്ചിട്ട് കാര്യമില്ല. എനിവേ, അത് ആ റാങ്ക്. പിന്നെ ഇപ്പോൾ പല സ്ഥലത്തും ഈ DYSPമാരും SPമാരും CAമാരും, പക്ഷേ ഇപ്പോൾ അവരുടെ ഇടയിലൊക്കെ കുറച്ച് കറപ്ഷൻ കുറവാണ് കേട്ടോ, CA DYSPമാരുടെ ഇടയിൽ. എന്നാലും ഉണ്ട് ഇപ്പോൾ അനിലിനെ പോലുള്ള ഇല്ലാന്നല്ല. അപ്പോൾ സൂപ്പർവൈസർ ഇത് വരും, ഇയാളുടെ IG ആര് ഈ ചേർത്തലയിലെ, അത് മിഡിൽ സോൺ അല്ലേ? അതെ. അപ്പോൾ അങ്ങേരെ എന്തോന്ന് ചെയ്യുന്നുണ്ട്, അങ്ങേരാണ് നമ്മുടെ ഇവിടെ വന്നില്ല, സോറി, മറ്റേ കട്ടിലിൻ്റെ ഇടയിൽ ഒളിച്ചിരുന്നത്. നമ്മുടെ ഈ റെയ്ഡ് എൻഫോഴ്സ്മെൻറ്റിൻ്റെ റെയ്ഡിന് കട്ടിലിൻ്റെ ഇടയിൽ ഒളിച്ചിരുന്നു. അങ്ങനെ എവിടെയെങ്കിലും വന്നില്ല, ഏരിയ വന്നില്ല. അങ്ങനെ ADGP വന്നിട്ട് പോലും 5:30 മണിക്ക് ADGP വന്നിട്ട് പോലും അങ്ങേരെ വന്നില്ല. എനിക്കറിഞ്ഞൂടാ എന്ന് തോന്നുന്നു. അപ്പോൾ അയാളുടെ സൂപ്പർവൈസർ എല്ലാം DYSP കാശ് വാങ്ങിച്ചെങ്കിൽ ഇയാൾ എന്തുകൊണ്ട് അറിഞ്ഞില്ല? അതിനുള്ള സംവിധാനം വേണം. അതൊന്നും അറിഞ്ഞില്ല. ആരെന്തോ ചെയ്തുകൊണ്ടോട്ടെ, എൻ്റെ കാര്യങ്ങളൊന്നും ഒരു മുടക്കവും വരരുത്. ഇതാണ് ഈ എല്ലാവരും ഞാൻ പറയില്ല, ഒരുപാട് നല്ല ഓഫീസേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പേരെടുത്തു നാഗരാജു, ഹർഷിത അട്ടലൂരി, അവരെ കീഴിലൊന്നും പോയിരുന്ന പൈസയൊന്നും വാങ്ങിച്ച് ജീവിക്കാനൊന്നും പറ്റില്ല. പക്ഷേ യുവമാരത് നോക്കിയേ പോവുള്ളൂ. കറക്റ്റായിട്ടുള്ള ഓഫീസേഴ്സിനെ യുവമാർക്കറിയാം. അപ്പോൾ ഇവർ തമ്മിൽ കൂട്ടുകച്ചവടമാണ്. എനിവേ, അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് ഞാൻ AG ആയിരുന്ന സമയത്ത് എനിക്കൊരു വിവരം കിട്ടി. എൻ്റെ വേറെ ഒന്നുമല്ല, എൻ്റെ അടുത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി അന്നത്തെ ദിനേശ്, വളരെ സത്യസന്ധനായ ഒരു മനുഷ്യനാണ്. ഈ VKN പണിക്കരെ പോലെ ദിനേശും വളരെ സത്യസന്ധനായ, ഒരു റെക്കമെൻഡേഷൻ ആവശ്യമില്ലാത്ത, ഇതുപോലെയുള്ള ഒന്നും അങ്ങനെ ഇടപെടില്ല. അങ്ങനെ ആഭ്യന്തരമന്ത്രിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചില കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു.
എങ്ങനെയാണ് അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായം എന്തായിരുന്നാലും പുള്ളി ഇതുപോലെ പലയിടത്തും ചോദിക്കും, അങ്ങനെയാണല്ലോ ഇൻഫർമേഷൻ എടുക്കുന്നത്. അതെ. അപ്പം ഞാൻ പറഞ്ഞ് സാർ എൻ്റെ നാക്ക് അത്ര നല്ലതല്ല. അതല്ല, നിങ്ങൾ പറയൂ എന്താണ് അഭിപ്രായം. അപ്പം ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, 3-4 പോലീസുകാർ ഭയങ്കര കറപ്റ്റാണ്, ഇവർ ഒരുപാട് അമാസ് ചെയ്തു. പോലീസുകാർ ഇത് ശരിയാണോ? ഇവർ ഒരുപാട് നാൾ കൊണ്ട് ഒരു ഓഫീസറുടെ കൂടെ ജോലി ചെയ്യാണ്, ഇവർ ക്യാമ്പിലുള്ളതാണ്. ഞാൻ അന്വേഷിച്ചിട്ട് ഞാൻ പത്തനംതിട്ട SP വിളിച്ചു. പത്തനംതിട്ട SP വിളിച്ച് ഞാൻ പറഞ്ഞ് അശോക് എന്നതാണ്. അയ്യോ എൻ്റെ ഗോപാലകൃഷ്ണ, എനിക്ക് അവർ വരണമെങ്കിൽ ഞാൻ എണീറ്റ് ബാത്റൂമിൽ പോകും, അവരുടെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് പേടിയാണെന്ന് ആ SP എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഇവർ വീട് വെച്ചിരിക്കുന്നത് ഒരു 2 കോടി രൂപയുടെ വീട് വെച്ചിരിക്കുന്നു എന്നൊക്കെ, കോൺസ്റ്റബിളാണ്, ശരിയാണോ? ഇവർ ഈ മറ്റെന്താ ഡാൻസ് ഓഫ് സംഘം ഉണ്ടല്ലോ, ക്രിമിനൽസിനെ ഓടിച്ചിട്ടൊക്കെ പിടിക്കണം. 5 ക്രിമിനൽസിനെ പിടിക്കും, 15 ഒതുക്കും. ഇത് പണ്ടേ ഉള്ളതാണ് ഈ പോലീസിൽ. അപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ട ഓഫീസർമാർ മുകളിലുണ്ട്, അവരറിയാതെ ഇവർക്ക് ചെയ്യാൻ നോക്കില്ല. അപ്പോൾ ഇവർ അംഗവും കാണാൻ താളി കൊടുക്കാം, ഇവരും പൈസ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ തിരിച്ച് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ആണ്, ശരിയാണ് എന്ന് പറയും. നമുക്ക് വേറെ പല സോഴ്സുകളുണ്ടല്ലോ, എല്ലാ ലെവലിലും, കോൺസ്റ്റബിൾ ലെവൽ, CA ലെവൽ, DYSP, അങ്ങനെയൊക്കെ ഞാൻ വെരിഫൈ ചെയ്തു. ഒരാൾ ഒരു ഇൻഫർമേഷൻ പറഞ്ഞ് തെറ്റാവാൻ പാടില്ലല്ലോ. അപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാം AG DGPക്ക് വേണ്ടി, ഓൺ ബിഹാഫ് ഓഫ് DGP ഞാനാണ് ഒപ്പിടുന്നത്. എല്ലാം DGP ഒപ്പിടണ്ടായിരുന്നില്ല, ഞാൻ ഇവന്മാരെ ട്രാൻസ്ഫർ ചെയ്തു. 4 പേരും 5 പേരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്നെ പിറ്റേ ദിവസം DGP എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ഇതെന്താ ഇത് നിങ്ങൾ? ഞാൻ പറഞ്ഞു, ആണ് സാർ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാത്തതെന്ന് അദ്ദേഹം ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു, സാറ് അത് ഇന്ന കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ ഗോപാൽ, യു ക്യാൻസൽ ഇറ്റ്. ഞാൻ പറഞ്ഞു, സോറി സാർ, I cannot do that. Yesterday I released the order. I signed the order. So if I cancel it, even you will say I am nuts. Already സാറ് പറയുന്നുണ്ട്, എൻ്റെ ആബ്സെൻസിൽ സാറ് പറയുന്നുണ്ട് എനിക്ക് വട്ടാണെന്ന് എന്ന് പറയുന്നുണ്ട്. വേറെ പലരും പറയുന്നത് കണ്ടാ ഇവന് വട്ടാണ്, അതായത് ഇന്നലെ ഒരു ഓർഡർ ഇറക്കി, ഇന്നൊരു ഓർഡർ ഇറക്കി. ഞാൻ എന്ത് സമ്മാനം പറയും? സാർ ഞാൻ ചെയ്യില്ല സാർ. സാർ യു യുവർ സെൽഫ് ക്യാൻ ഡു ഇറ്റ്, യു ആർ മൈ സുപ്പീരിയർ ഓഫീസർ, യു ക്യാൻസൽ ഇറ്റ്. എൻ്റെ ഓർഡർ ശരിയല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യും. അദ്ദേഹവും ചെയ്തില്ല. അദ്ദേഹം ഭയങ്കര ബുദ്ധിയുള്ളതാണ്. ഒന്നും അറിഞ്ഞാത്തൊരു പാവപ്പെട്ട IG കൊണ്ട്, വളരെ സത്യം തന്നെ IG കൊണ്ട്, അദ്ദേഹത്തിന് ഈ കാര്യമൊന്നും അറിഞ്ഞുകൂടാ, ഓർഡർ ക്യാൻസൽ ചെയ്യിപ്പിച്ചു. അവന്മാരെ അവിടെ നിന്ന് പോയില്ല, അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടില്ല എനിക്ക് അറിഞ്ഞില്ല. അപ്പോൾ കറപ്ഷൻ എല്ലാ ലെവലിലും ഉണ്ട്, പക്ഷേ പോലീസുകാരുടെ ഇടയിൽ കുറവാണ്. പക്ഷെ ഉണ്ടാക്കുന്നവർ ഭയങ്കരമായിട്ട് ഉണ്ടാക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഒരാളുടെ പേരും കൂടെ ഞാൻ പേരല്ല, ഒരു പ്രമുഖ ഇപ്പോഴത്തെ കോൺട്രവേഴ്സിയിലൊക്കെ ഉള്ള ഒരു ADGPയുടെ ഒരു കൂടെ ഒരു പോലീസുകാരനുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. പോലീസുകാരൻ അയാളിപ്പോൾ ASI SI ആണ്. അപ്പോൾ എനിക്കൊരു വിവരം കിട്ടി, ഇപ്പോഴല്ല ഞാൻ പറയുന്ന 1 വർഷം മുമ്പ്, ഇയാൾ വരണ കണ്ട സൈബർ സ്റ്റേഷനിലെ DYSP വരെ, ചെയ്യാത്ത DYSPമാരുണ്ട്, ഷാനിഹാനെ പോലുള്ള DYSPമാരുണ്ട്, പോയി ജോലി നോക്കണമെന്ന് പറയും, അത് വേറെ കാര്യം. വേറെ CAമാരും DYSPമാരൊക്കെ എണീറ്റിരിക്കും ഈ ASI വരണ. കാര്യം ഇത് മറ്റേ പ്ലഗാണ്. മാത്രമല്ല ഇവിടെയാണ് അയാൾ ഹാജർ വയ്ക്കുന്നത്, സൈബർ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇയാൾ ജോലി ചെയ്യുന്ന മറ്റേ കൂടെ, ആ സീനിയർ ഓഫീസറുടെ കൂടെ, എല്ലാ കാര്യങ്ങളും സകലതും. അപ്പോൾ അയാൾ ഇറങ്ങി ഭയങ്കര പിരിവാണ്. എന്തൊക്കെ പിരിവുണ്ടോ അതെല്ലാം ഈ കക്ഷി വഴി, ASI വഴിയാണ്. അപ്പോൾ ASI വളരെ വേണ്ടപ്പെട്ട ആളാണ്. അപ്പോൾ CI താൻ ശരിയല്ല അല്ലേ, ട്രാൻസ്ഫർ ചെയ്യും. അന്ന് അങ്ങനെയൊക്കെ പറ്റുമായിരുന്നു 2 വർഷം മുമ്പ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കറപ്ഷന് കൂട്ടി നിൽക്കുന്ന ആരാ? അഥവാ പോലീസുകാരനും DYSP ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സാർ, അപ്പോൾ താഴെ തട്ടിലല്ല മുകൾ തട്ടാണ് കറക്റ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, 60% നമ്മുടെ സീനിയർ ഓഫീസേഴ്സ് കറപ്റ്റാണ്. നമുക്ക് ഇങ്ങനെ ഒരു ഇതിൽ പരസ്യമായിട്ട് പറയുന്നില്ല. എന്നെ സംശയമുള്ളവർ എന്നെ വിളിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. നമ്മൾ കള്ളം പറയുന്ന പ്രശ്നമില്ല, അത് സത്യമാണ്. ഇപ്പോൾ നമ്മളിവിടെ വിജിലൻസ് ഉണ്ട്, CBI ഉണ്ട്, ഇങ്ങനെ പല ഏജൻസികളുണ്ട്, കറപ്ഷൻ തടയാൻ ഉള്ള സംവിധാനങ്ങളുണ്ട്. എന്തുകൊണ്ടത് വിജയിക്കുന്നില്ല? ഇപ്പോൾ ഒരു DYSPയെ പിടിച്ചത് കൊണ്ട് മാത്രം ഇത് തീരില്ലല്ലോ. CBI ബെറ്ററാണ് കറപ്ഷൻ പിടിക്കാൻ, ബെറ്ററാണ്. ഞാൻ CBI ജോലി ചെയ്തതാണ്. അവർക്ക് ടാർഗറ്റ് ഉണ്ട്, പോയി പിടിക്കണമെന്ന്. നമുക്ക് ടാർഗറ്റ് ഉണ്ട്. അപ്പം നമ്മളെ പോയി കസ്റ്റംസിൽ നിന്നൊക്കെ പിടിച്ചോണ്ട് വരും. പക്ഷേ നമുക്കങ്ങനെ ഒരു വലിയ ടാർഗറ്റൊന്നുമില്ല വിജിലൻസ്. അതെന്താണെന്ന് പറഞ്ഞാൽ അത് വിജിലൻസുകാരുടെ കുഴപ്പമല്ല,
അങ്ങനെ അവിടെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മുടെ പൊളിറ്റിക്കൽ നേതൃത്വം സമ്മതിക്കില്ലല്ലോ. അങ്ങനെ അവരും സത്യത്തിൽ ഈ കറപ്ഷനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ആണ്. മാത്രമല്ല IAS IPS ഓൾ ഇന്ത്യ സർവീസ് ഓഫീസേഴ്സിനെയൊക്കെ ട്രാപ്പ് ചെയ്യാൻ പോകുമ്പോൾ എങ്കിൽ പോലും സാർ പ്രശാന്ത് IPSനെ നമ്മൾ ട്രാപ്പ് ചെയ്യാൻ പോവുകയാണ് എന്ന് മുകളിൽ ഗവൺമെൻറ്റിനെ അറിയിക്കണം, സെക്രട്ടേറിയറ്റിൽ അറിയിക്കണം. ട്രാപ്പ് ചെയ്ത അമാസ്മെന്റ് ഉറപ്പാണ്. ഹോം ഡിപ്പാർട്ട്മെന്റിനെ അമാസ്മെന്റ് അറിയാമല്ലോ, ജേക്കബ് തോമസ് സാറ് മറ്റേ അവസാനം അദ്ദേഹം പെൻഷൻ ഇല്ലാതെ നടക്കുന്നു. അപ്പം ഇതാണ് സംവിധാനം. ഈ കറപ്ഷൻ അതായത് എല്ലാ മേഖലകളെയും കറപ്ഷൻ ബാധിച്ചിരിക്കുന്നു എന്നാണ്. അതെ ആണ് സാർ. ഇതിൽ നിന്ന് നമുക്ക് ഒരു ഹൈപ്പോത്തറ്റിക്കൽ അല്ല എങ്കിലും ഞാൻ ചോദിക്കുന്നത്, ഇത് രക്ഷപ്പെടാൻ സത്യത്തിൽ എന്താണ് വഴി? രക്ഷപ്പെടാൻ നമ്മുടെ ഇരുമ്പൻ ജോസഫ് സാറ് DGP, അതുപോലെ ഒരു DGP, ഒരു നല്ല സ്ട്രോങ് പൊളിറ്റിക്കൽ സെക്രട്ടറി, ഈ അഡ്വൈസർക്ക് എന്നൊക്കെ പറഞ്ഞ് ഓരോ അവതാരങ്ങൾ പണ്ട് നമ്മുടെ പിണറായി സാർ കയറിയപ്പോൾ പറഞ്ഞു ഒരുപാട് അവതാരങ്ങൾ ഒരു എൻ്റെ പേരിൽ. അത് വേറൊരു ഫോമിൽ വന്നു അദ്ദേഹത്തിൻ്റെ പീരീഡും. ഇപ്പോഴും അവതാരങ്ങൾ അവിടെ ഇവിടെയൊക്കെ കയറിയിട്ടുണ്ട്. അവരെ നിലയ്ക്ക് നിർത്തണം അവതാരങ്ങളെ. ഈ ഇച്ഛാഭംഗം വന്ന ചില അവതാരങ്ങളാണ് ഇവിടേക്ക് ഇടിച്ചു കയറുന്നത്. 10 വർഷം വെയിറ്റ് ചെയ്ത് അങ്ങനെയല്ല, നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓഫീസേഴ്സുണ്ട്. അഡ്വൈസറാണോ പിന്നെ എനിക്ക് സംശയമുള്ള പറഞ്ഞു തരാനാണോ എന്നുണ്ടെങ്കിൽ ഈ CMനും HMനും അങ്ങനെയുള്ളവരെ കറപ്ഷൻ അവർക്ക് ഇറാഡിക്കേറ്റ് ചെയ്യണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ പോസ്റ്റ് ചെയ്യണം. ഒരു നല്ല ഉഗ്രൻ DGPയെ പോസ്റ്റ് ചെയ്യണം. ആദ്യം ചെയ്യേണ്ട DGPയെ പോസ്റ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ ഈ വിജിലൻസിന് ടാർഗറ്റ് വയ്ക്കണം. ഓരോ മാസം ഇത്ര വേണം എന്ന് ടാർഗറ്റ് വയ്ക്കണം. അത് ഒഫീഷ്യലായിട്ട് ഇല്ല, പിന്നെ ഓറലായിട്ട് പറഞ്ഞാലും മതി. CBIയിൽ അങ്ങനെയാണ്. CBIയിലും ഒരുപാട് പോക്കൃത്തനങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ദേ ആർ ബെറ്റർ CBI. ഈ കറപ്ഷൻ ആക്ട് മാത്രമല്ല, കൺവിക്ഷൻ റേറ്റ് അവർക്ക് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഒരു നല്ല വില്ലുണ്ടെങ്കിൽ നമുക്ക് ഈ കറപ്ഷൻ ഇത് ചെയ്യാം. കറപ്ഷൻ അതായത് ഒരു പൊളിറ്റിക്കൽ വില്ല് ഇതിനകത്ത് വേണം. പൊളിറ്റിക്കൽ വില്ല് പിന്നെ സർക്കാരിന് ഇത് നടത്തിയെടുക്കാനുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവർ വേണം തീർച്ചയായിട്ടും. ഒപ്പം ഈ പറഞ്ഞതുപോലെ DGP തൊട്ട് നല്ല ഉദ്യോഗസ്ഥന്മാർ, ഒരു നല്ല പൊളിറ്റിക്കൽ സെക്രട്ടറി, നല്ല അഡ്വൈസർ, അത്ര ആ ആൾക്കാരാണ് ഇത് ശരിക്കും ഇത് തീർച്ചയായിട്ടും. പിന്നെ അതിന്റെ കൂടെ കോൺട്രവേഴ്സി നമ്മുടെ അശോക് ബി സാറല്ലേ, അശോക് ബി സാർ IAS, അദ്ദേഹമോ പ്രശാന്തോ അവരാരെങ്കിലും പോലെ ഒരാളെ ഹോം സെക്രട്ടറി, എനിക്കൊണ്ട് അശോക് സാറിന് ഹോം സെക്രട്ടറി ആയിട്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്നു, ആ ലെവലിൽ എത്തിയെന്ന് തോന്നുന്നു. അതുപോലുള്ള ഒരു നല്ല ഒരു ഓഫീസറെ, ഒന്നുമില്ലെങ്കിൽ ആവശ്യമില്ലാതെ ഈ പോലീസിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാത്ത ഒക്കെ ഉണ്ടെങ്കിൽ പറ്റും. അപ്പം ഇത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു സംശയം കൂടെ ചോദിക്കട്ടെ. ഈ നമ്മുടെ ചേർത്തലയിൽ പിടിയിലായ DYSPയുടെ ഈ കേസ് ഇനി എങ്ങനെയാണ്? അത് ആ പുള്ളി ശിക്ഷിക്കപ്പെടാൻ ഉള്ള തെളിവുകളുണ്ടോ ആ കേസിൽ? എന്താണ് അങ്ങയുടെ ഒരു വിശകലനത്തിൽ? അതിനകത്ത് ഒരുപാട് പരിപാടികൾ നടക്കും. അയാൾ കഴിയുന്നതും 5 വർഷം വരെ ഇതിങ്ങനെ വലിച്ചു നീട്ടും. ഈ നടപടികളൊക്കെ നമ്മളങ്ങനെ വലിച്ചു നീട്ടി അയാൾക്ക് അനുകൂലമായ ഒരു ഗവൺമെൻറ് വന്നാൽ, അല്ലെങ്കിൽ അയാൾക്ക് അനുകൂലമായ ആളുകൾ വന്നാൽ ഇതിനെ ഉള്ളി തൊലിച്ച പോലെയാവും. ഇതെല്ലാം കേസെല്ലാം ആവിയല്ലേ. ഇത് ചോദിക്കണം. പിന്നെ ഇപ്പോൾ എനിക്കൊരു കാര്യം, വയലാർജി ഭയങ്കര ആഭ്യന്തരമന്ത്രിയായിരുന്നു. ഭയങ്കര വിവരമാണ് അങ്ങേർക്ക്. അങ്ങനെ അത്രയും വിവരമുള്ള ഒരു ആഭ്യന്തരമന്ത്രി ഇതുവരെ വന്നിട്ടില്ല. CRPC അമെൻഡിങ് കമ്മിറ്റി മെമ്പർ എന്നത്. പിന്നെ അദ്ദേഹത്തിന് ചെറിയ പ്രശ്നമൊക്കെ വന്നുകൊണ്ടാണ് പിന്നെ വിചാരിച്ച സ്ഥലത്ത് പോയില്ല. അദ്ദേഹത്തിനടുത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഫസ്റ്റ് SI ആണ് പൂച്ചാക്കൽ. അദ്ദേഹമായിട്ട് എനിക്ക് ഒരുപാട് ഇൻട്രാക്ഷൻ ഉണ്ട്. അപ്പം ഞാൻ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഈ നല്ല പൊളിറ്റീഷ്യൻസ് ലെവലാതി മോശപ്പെട്ട റെക്കമെൻഡേഷൻ നടത്തില്ല. അവർക്കറിയാം ആരുടെ അടുത്ത് എന്ത് പറയണമെന്ന്. നമ്മളൊന്നും അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പം വയലാർജി ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ മന്ത്ലി ക്രൈം റിവ്യൂ ഉണ്ട്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ ഇതാണ്. അപ്പോൾ അതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അതെന്തായി മറ്റേ വിജിലൻസിലെ മറ്റേ അനിൽ ചേർത്തല DYSPയുടെ എന്തായി? അപ്പം സാധാരണ മുഖ്യമന്ത്രിമാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കിതിൻ്റെ ഈ ജാർഗൺസ് എന്ന് പറഞ്ഞുകൂടാ, ലീഗൽ ടേംസ് എന്ന് പറഞ്ഞുകൂടാ. അതെന്തായി? അപ്പോൾ പറയും ചാർജ് ഷീറ്റ് ചെയ്ത് ഇൻഡൈറ്റ്മെൻ്റ് ആയില്ല സാർ, അല്ലെങ്കിൽ പിന്നെ സീൻ പ്ലാൻ കിട്ടിയില്ല. അപ്പോൾ ഇയാൾക്ക് സീൻ പ്ലാൻ ഇതെന്ന് അറിഞ്ഞുകൂടാ ഈ ആഭ്യന്തരമന്ത്രിക്ക്. അത് അടുത്ത പ്രാവശ്യം സീൻ പ്ലാൻ തയ്യാറാക്കി കൊണ്ടുവരണം. ഇത് SP and above ആണ്
റിവ്യൂവിന് വയലാർജി നടത്തിയിരുന്നത്. പക്ഷെ വയലാർജി എടുത്ത് ആള് മാറിപ്പോയി. ഒരു ഓഫീസർ പറഞ്ഞ് അത് സീൻ പ്ലാൻ കിട്ടില്ല. സീൻ പ്ലാൻ വില്ലേജ് ഓഫീസറല്ലേ തരേണ്ടത്, നിങ്ങൾ എന്താ പറയുന്നത്? R&V സാർ എന്ന SP ആണ് ആലപ്പുഴ. ഞാൻ അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്തത്. അതായത് നമ്മുടെ ബംഗാൾ ഗവർണർ. അദ്ദേഹത്തെ പറ്റിയൊക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ പിന്നെ ഒരു അവസരത്തിൽ പറയാം. അപ്പോൾ അത് സീൻ പ്ലാൻ പിന്നെ അത് വില്ലേജ് ഓഫീസർ ഒരു ഹെഡ് കോൺസ്റ്റബിളിനെ അയച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ലേ, നിങ്ങൾ ഇനി ഇത് പറയരുത്, അടുത്ത പ്രാവശ്യം കൊടുത്തോണം. ഇവൻ ചിലപ്പോൾ പൈസ വാങ്ങിച്ചിട്ട് സീൻ പ്ലാൻ കളക്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും. അപ്പം അങ്ങനെ ഒരു ക്രൈം റിവ്യൂ നടത്തണം. ഹോം മിനിസ്റ്റർക്ക് CM-നോ സംശയം ഉണ്ടെങ്കിൽ നല്ലൊരു പോലീസ് അഡ്വൈസറെ നമുക്കൊരുപാട് ആളുകളുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കും, ഞാൻ ഹോം മിനിസ്റ്റർ ആവുകയാണെങ്കിൽ ഒരു പോളികാർപ്പ്, മാത്യു പോളികാർപ്പ് എന്ന് പറഞ്ഞ ഒരു IPS അതിപ്രഗത്ഭനായ ഓഫീസർ, ഞങ്ങൾ SI ആയിട്ട് കയറി. അദ്ദേഹം ഇപ്പം അദ്ദേഹത്തിൻ്റെ ജൂനിയേഴ്സാണ് ADGP-മാർ. അദ്ദേഹം വളരെ സീനിയറാണ്. എന്തൊരു എക്സ്പീരിയൻസ്, എന്തൊരു വിവരമാണെന്നറിയാം, എന്തൊരു അപ്രൈറ്റ്നെസ് ആണെന്നറിയാം അദ്ദേഹത്തിന്. എൻ്റെ ഒരു ഗുരുവാണ്. ഞാൻ വല്ലപ്പോഴൊക്കെ സംസാരിക്കും. അപ്പം ഞാൻ വിചാരിക്കും അദ്ദേഹത്തെ പോലെ ഒരാളെ ഹോം മിനിസ്റ്ററുടെ ഇതിനകത്തോ അല്ലെങ്കിൽ CM-ൻ്റെ കൂടെ എടുത്താൽ ഒരിക്കലും ഫെയിലാവില്ല. നല്ല ഉപദേശങ്ങളെ അദ്ദേഹം കൊടുക്കുള്ളൂ. ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ലാൻഡ് ഓർഡറിലൊക്കെ. നല്ല അറിവുള്ള മനുഷ്യൻ. വായിക്കും. ഈസ് മാത്സ്, MSc മാത്സ്. ഇപ്പം നമ്മളൊക്കെ എക്കണോമിക്സാണ്. എക്കണോമിക്സ് വരെ എത്ര ചാടിയാലും മാത്സുകാരൻ്റെ അത്ര വരില്ല. അപ്പം അത് ഭയങ്കര മിടുക്കനാണ്. അപ്പം അതുപോലെയുള്ളവരെ വേണം പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ നമുക്കിത് തുടങ്ങിയതൊരു കൊട്ടേഷനിലാണ്, അവസാനിപ്പിക്കുന്ന ഒരു കൊട്ടേഷനിൽ പറയാം. ജോണി കൊഹൻ ജൂനിയർ എന്ന് പറയുന്ന ഒരു അതിപ്രഗത്ഭനായ സോളിസിറ്റർ ഉണ്ട് US. ഇയാൾ നമ്മുടെ 20-ാം നൂറ്റാണ്ടിലെ 21-ാം നൂറ്റാണ്ട്, 20-ാം നൂറ്റാണ്ടല്ല 20-ാം നൂറ്റാണ്ടെന്ന് പറയും, 20-ാം നൂറ്റാണ്ടിലെ ദ ട്രയൽ ഓഫ് ദ സെഞ്ചുറി, കോടതിയിലുള്ള ട്രയൽ ഓഫ് ദ സെഞ്ചുറി, O.J. സിംപ്സൺ എന്ന് പറഞ്ഞാൽ ഒരു ബാസ്കറ്റ്ബോളാണെന്ന് തോന്നുന്നു, ബാസ്കറ്റ്ബോൾ പ്ലെയർ അദ്ദേഹത്തിൻ്റെ വൈഫിനെ തട്ടിക്കളഞ്ഞു. അതാണ് അലിഗേഷൻ പോലീസിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലോയറായിരുന്നു. ഇത് ഞാൻ എൻ്റെ പോലീസ് ട്രെയിനിങ് കോളേജിൽ പഠിപ്പിച്ചതാണ് കുട്ടികൾക്ക്, നമ്മുടെ ജൂനിയേഴ്സിന്. ആ എവിഡൻസ് പോലീസ് എങ്ങനെ കൺകക്ട് ചെയ്തു, എന്ത് അവർ ചെയ്യണമായിരുന്നു, പോലീസിൻ്റെ വീഴ്ച, ആ കേസ് ലോകം മുഴുക്കെ ശ്രദ്ധിച്ചാണ്. അന്ന് നമ്മുടെ TV ഇവിടെ ഒന്നും അത്ര പോപ്പുലർ അല്ല, അത് 90s മറ്റുമാണ്. അപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് ഊരിയെടുത്തു. ഇയാൾ O.J. സിംപ്സണെ ഊരിയെടുത്തു. അദ്ദേഹം ബ്ലാക്കും മറ്റൊരു വൈറ്റും ആയിരുന്നു വൈഫ്. അതൊരു വലിയ, നിങ്ങൾ നെറ്റിലൊക്കെ പോയാൽ ഉണ്ട്. ആ O.J. സിംപ്സൺ കേസിൽ O.J. സിംപ്സണെ രക്ഷപ്പെടുത്തിയ ആളാണ് ജോണി കോഹൻ ജൂനിയർ. ഭയങ്കര ലോയറാണ് അദ്ദേഹം. 2005 അദ്ദേഹം മരണപ്പെട്ടുപോയി. അദ്ദേഹം പറഞ്ഞൊരു കൊട്ടേഷനുണ്ട്. അങ്ങനെ ഭയങ്കര ഷാർപ്പ് ഇതാണ്, പോലീസിനെയൊക്കെ എടുത്ത് അമ്മാനമാടുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞൊരു കൊട്ടേഷൻ: ഹൂ ദെൻ പോലീസസ് ദ പോലീസ്, ഹൂ ദെൻ പോലീസസ് ദ പോലീസ്. പോലീസിനെ ആര് പോലീസ്? യു പോലീസ് ദ പോലീസ്. പോലീസിനെ മര്യാദ പഠിപ്പിക്കേണ്ടത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും പിന്നെ പൊതുജനങ്ങളും നമ്മളെ ടാക്സ് പേയിങ് സിറ്റിസൺ. പോലീസ് ഫോർ എന്താ പറയുക, ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി, ജനങ്ങളുടെ ടാക്സ് പേയിങ് സിറ്റിസന്റെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ടതാണ് ഈ പോലീസ്. അവർ ഫെയിലായാൽ, അതാണ് നമ്മൾ കണ്ടത് ED-യുടെ റെയ്ഡിൻ്റെ അന്ന് കണ്ടത്. ഇനിയും അത് ആവർത്തിക്കാതിരിക്കാൻ ഈ ചേർത്തല DYSP ചെയ്തത് അല്ല, ഒരു ഗവൺമെൻറ് വന്നേ ഉള്ളൂ. ഹൗ അഡേഷ്യസ് ഹി ഈസ്. പിന്നെ വിജിലൻസിനെ ഞാൻ അഭിനന്ദിക്കുന്നു പരസ്യമായി, അയാളെ പിടിച്ചതിന്. ഇതുപോലെ അതിൽ മാത്രം ചെയ്യരുത്, മുകളിലോട്ടും പോയി പിടിക്കണം, IPS-കാരനെയും പിടിക്കണം. എന്നാലേ മെസ്സേജ് താഴോട്ട് വരുള്ളൂ. ഇപ്പം സംഗതികളെല്ലാം മാറിപ്പോയി, കുഴപ്പമാണെന്ന്. അതെന്തുകൊണ്ടെന്നുള്ളതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എന്താ, ഏറ്റവും അശരണരായ ആൾക്കാർ, വീക്കസ്റ്റിനെ വരെ ബാധിക്കും ഈ കക്കുലി വാങ്ങിക്കുന്നത്. അല്ലാതെ ഞാൻ പൈസ ഇത് എൻ്റെ മാത്രം കാര്യം ആണ്, അങ്ങനെയല്ല. ഈ അഴിമതി സർവത്ര ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അരികുവൽക്കരിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ ഏറ്റവും പട്ടിണിപ്പാവങ്ങൾ വരെ അതിൻ്റെ വലിയ ദുരിതം അനുഭവിക്കും. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ ശരിയായ പോലീസിങ് നടക്കട്ടെ. ആ പോലീസിനെ പോലീസ് ചെയ്യാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം
നമ്മൾ നിർവഹിക്കണം. പൗരന്മാർക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ തീർച്ചയായിട്ടും മാധ്യമങ്ങൾ തീർച്ചയായിട്ടും. അതുകൊണ്ട് ഈ ഏത് അന്യായവും അനീതിയും വളരെ കൃത്യമായി സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യപ്പെടണം. അത് വാർത്തകൾ പുറത്തു വരണം. അപ്പോഴേ നമുക്കും അന്തസ്സോടെ വാച്ച് ഡോഗ്സ് ഈ മാധ്യമങ്ങളും ഈ ബാക്കിയുള്ള സിറ്റിസൺസ് എല്ലാവരും വി ആർ ദി വാച്ച് ഡോഗ്സ്. അത് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ കോഹൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൊട്ടേഷൻ ജൂനിയർ OJ സിംപ്സൺ ലോയർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വാച്ച് ഡോഗ്സ് ആണ്. അപ്പോൾ അത് അങ്ങനെ നമ്മൾ വന്നാൽ മാത്രമേ നമുക്കും തല ഉയർത്തി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് താണ്ട കേരള പോലീസ്. നന്ദി. വന്ദേ മാതരം.